ഇതാണ് ഐഫോൺ 16e. ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇത് ചർച്ചയിലുണ്ട്. വളരെ നല്ലതാണെന്ന് കുറച്ച് പേര് പറയുന്നു, ഒരുപാട് പേര് പറയുന്നു ഇത് വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. സോ ഈ രണ്ട് കൂട്ടരുടെ ഇടയിൽ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഫോൺ എങ്ങനെയാണെന്നുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ പോയിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ബ്രീഫിംഗും കിട്ടി, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ ഫോൺ എന്നുള്ളത് മനസ്സിലാക്കി. അതേപോലെ നമ്മുടെ കൈ കിട്ടി, നമ്മൾ ഉപയോഗിച്ച് നോക്കി, നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം കൂടി കൂട്ടി ചേർത്ത് ഇതിന് നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങളും ഇതിൻ്റെ പോരായ്മയായിട്ട് തോന്നിയ കാര്യങ്ങളും രണ്ടും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഐഫോൺ 16e ഇതിൻ്റെ ബോക്സ് പതിവ് ബോക്സ് തന്നെയാണ്. ചാർജിങ് കേബിൾ, ചെറിയൊരു ഡോക്യുമെൻറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയുള്ള വേറൊന്നുമില്ല, ചാർജറൊന്നും ഇല്ല ബോക്സിൽ. രണ്ട് കളർ കേസുകൾ അവർക്ക് തന്നിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിനെക്കുറിച്ച് അങ്ങ് പറയാം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. സോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഐഫോൺ 16. അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കയ്യിൽ പിടിക്കുമ്പോൾ യാതൊരു വ്യത്യാസവും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ക്യാമറയുടെ ആ ഒരു കുറവ്, അതായത് ഒരു വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്, ഇതിൽ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ളതാണ് 16eയുടെ ഒരു വ്യത്യാസമായിട്ട് ഈ ഡിസൈനിൽ നമുക്ക് തോന്നുള്ളൂ. ബാക്കി രണ്ടും കൈ പിടിക്കുമ്പോൾ പക്ക സെയിം ആണ്, ഒരേ ഫീലാണ്. സോ ഫീലിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നുള്ളത് അറിഞ്ഞു തന്നെ ഇരിക്കുക. ഒന്ന്, വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, അപ്പോൾ സിംഗിൾ ക്യാമറയുടെ ഒരു ഡിസൈനാണ് വരുന്നത്. അതെനിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഒരു ഭംഗി കുറവായിട്ട് തോന്നി. ഒരു ഡുവൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ബട്ടണുകൾ സൈഡിൽ നോക്കിയാൽ ഈ സൈഡ് ക്ലിയർ ആയിട്ടും വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ആക്ഷൻ ബട്ടൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സൈഡിലേക്ക് വന്നാൽ പവർ ബട്ടൺ ആണ്. ഇവിടെ ക്യാമറ കൺട്രോൾ ബട്ടൺ ഇല്ല. നമ്മുടെ 16ലൊക്കെ ആ ഒരു സീരീസിൽ മൊത്തം ക്യാമറ കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് വിഷ്വൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ നേർക്ക് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതിൽ ആ ബട്ടൺ ഇല്ല. പകരം അത് ആക്ഷൻ ബട്ടൺ, ഈ സൈഡിലുള്ള ആക്ഷൻ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് അത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതാ, ജസ്റ്റ് അതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും. വിഷ്വൽ ഇൻ്റലിജൻസ് ഫുള്ളായിട്ട് ഓൺ ആയി വരുന്നുണ്ട്, കണ്ടോ. താഴെ സ്പീക്കർ ഗില്ല്, അതേപോലെ USB 2.0 ആണ് വരുന്നത്. USB-C പോർട്ട് തന്നെയാണ്. മുകളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ആ ഒരു ഡൈനാമിക് ഐലൻഡ് ഇല്ല. 16ൽ ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, ഇതിൽ അതില്ല. പകരം ഈ ഒരു ടൈപ്പ് നോച്ചാണ്. ബോർഡറും ബെസൽസും ഒക്കെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രൊസസ്സർ, പെർഫോമൻസ്, അതിൻ്റെ ഭാഗത്ത് വരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55,000 രൂപ ഓഫറിൽ 55,000 രൂപ റേഞ്ച് കിട്ടുമെന്നാണ് പറയുന്നത്. പോട്ടെ, 60,000 രൂപ താഴെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ അതിൻ്റെ ഒറിജിനൽ റേറ്റ് 60,000 രൂപ. ആ റേഞ്ചിൽ നമുക്ക് 128 GB കിട്ടുന്നുണ്ട്. 8 GB റാമാണ്. സോ അപ്പോൾ അതിൽ A18 പ്രൊസസ്സറാണ്, അതായത് ഇതിലിരിക്കുന്ന അതേ പ്രൊസസ്സർ. അപ്പോൾ ഈ ഐഫോൺ 16 സീരീസിൻ്റെ അതേ ലെവലുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഫോൺ തരും. അത് ഇതിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് ആണ്. 8 GB റാമും വരുന്നുണ്ട്. ആപ്പിൾ ഇൻ്റലിജൻസ് സംവിധാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള കാലത്ത് എന്തായാലും AI ഫീച്ചേഴ്സ് ഇല്ലാത്ത പഴയ ഫോണുകൾ എടുക്കാമെന്ന് പറയുന്നത് അബദ്ധമാവുമെന്ന് തോന്നുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ മേഖലയിലും AI, എല്ലാ ഫോണുകളിലും AI ആണ്. സോ അപ്പോൾ തീർച്ചയായിട്ടും 55,000 രൂപയ്ക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഇതിലും കിട്ടുന്നു, അല്ലെങ്കിൽ 60,000 രൂപ താഴെ ആപ്പിൾ ഇൻ്റലിജൻസ് ഇതിൽ കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ മേന്മയാണ്. പെർഫോമൻസ് പിന്നെ A18 ആണ്, ഓൾറെഡി അറിയാം. ഞാനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. എന്തിട്ട് കൊടുത്താലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളും, വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ ഒരു വിഷയമില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പലരും പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു GPU കുറവാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും കുറവാണ്. അതിന് അവർ കുറച്ച് കുറയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ കുറച്ചിട്ടുണ്ട്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാനില്ല എന്നുള്ളതാണ് വാസ്തവം. നോർമൽ യൂസിലല്ല, ഗെയിമിലായാലും വലിയ വിഷയമൊന്നും കാണില്ല. അങ്ങ് ടോപ്പ് ലെവലിൽ കളിച്ച് പീക്ക് പെർഫോമൻസ് നോക്കി മാക്സിമം ലെവലിൽ കളിക്കുന്ന ആൾക്കാർക്ക് ലാസ്റ്റ് ഒരു ടോപ്പൊക്കെ എത്തുമ്പോൾ ഒരു ഇച്ചിരി പ്രശ്നം കാണാം, ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യാം എന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ആ ഒരു GPU കോറിൻ്റെ കുറവ് നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടെന്ന് ആരും വിചാരിക്കേണ്ട, സെറ്റാണ്. ആപ്പിൾ ഇൻ്റലിജൻസ്, അതിൻ്റെ കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ട് അവർ എടുത്തു പറയുന്നത്. അത് ഈ ഒരു പ്രൈസിന് ഈ ഫോണിൽ കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് വെച്ച് വേണമെങ്കിൽ 14 13 ഒക്കെ സെക്കൻഡ്സ് കിട്ടാനുണ്ടെന്ന് നോക്കി ഈ പ്രൈസിന് എടുക്കാം. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടണമെങ്കിൽ ഇത് വേണം. അപ്പോൾ അതിലെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ആപ്പിൾ ഇൻ്റലിജൻസ്, ഐഫോൺ 16 Pro Maxിലടക്കം വരുന്ന എല്ലാ തരം സംവിധാനങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞ വിഷ്വൽ ഇൻ്റലിജൻസ്, അത് ആക്ഷൻ ബട്ടണിലൂടെ നൈസായിട്ട് വർക്ക് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ബോർഡ് കണ്ടു, ആ ബോർഡിൽ എന്താണ് ഒരുപാട് പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് നേർക്കൊന്ന് പിടിച്ചിട്ട് ചുമ്മാ ഒന്ന് സമ്മറൈസോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങ് സമ്മറൈസ് ചെയ്ത് ഷോർട്ടാക്കി കാണിച്ചു തരും. ഇനി എന്തെങ്കിലും ഒരു പൂ ഇരിക്കുന്ന പാത്രമാണ്, ഇപ്പോൾ ഈ പൂ ഏതാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് അതിന് നേർക്ക് പിടിച്ചിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ അത് ഏതാ പോകുന്നുള്ളത് അപ്പം തന്നെ അവിടെ കാണാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കണം, അതിനെന്തോരം വെള്ളം വേണമെന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ അവിടെ ആസ്ക് എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഈസി ആയിട്ട് അത് നമുക്ക് പറഞ്ഞു തരും. അതേപോലെ ജെൻമോജി, നമ്മൾ വാട്സപ്പിലോ എവിടെയായാലും നിങ്ങൾ ടെക്സ്റ്റ് അയക്കുന്ന നേരത്ത് ഇമോജി ഇഷ്ടംപോലെ ഉണ്ടാവും, നമുക്കറിയാം, ആയിരക്കണക്കിനുണ്ട്. അതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജെൻമോജിയിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതുപോലത്തെ ഒരു ഇമോജി ജെൻമോജി എന്നാണ് അവർ പറയുക. ജെൻമോജി ക്രിയേറ്റ് ആയി വരും, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. സിമ്പിൾ. ഇത് ജെൻമോജി, നിങ്ങൾക്ക് ഇമേജ് അയക്കാനുള്ളതാണ്. ഇത് കൂടാതെ ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ വേറെ ചെയ്യാൻ പറ്റും. അതായത് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ എലിഫൻറ്റ് അസ്ട്രോനട്ടിൻ്റെ വേഷം, അതായത് നമുക്ക് ആകാശത്തോടെ സഞ്ചരിക്കുന്ന ടീമുകളുടെ ഒരു രൂപത്തിലേക്ക് ഒരു ആനയെ മാറണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ആയി. പിന്നെ റൈറ്റിംഗ് ടൂൾ, അത് വാട്സപ്പിലൊക്കെ ബാക്കി എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഇതിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം.
റീറൈറ്റ് ചെയ്യാം, പ്രൂഫ് റീഡ് ചെയ്യാം, സമറൈസ് ചെയ്യാം. സോ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ AI ഫീച്ചറുകളും കംപ്ലീറ്റ് ഞാൻ എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഐഫോണിൽ നമ്മൾ ഓൾറെഡി iOS 8 വീഡിയോ, 16 Pro Max എല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് പ്രാവശ്യം AI ഫീച്ചറുകൾ വെറുതെ റിപ്പീറ്റ് ചെയ്ത് വെറുപ്പിക്കുന്നില്ല. ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്കിതിൽ കിട്ടും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ അപ്പോൾ പെർഫോമൻസിലും പ്രശ്നമില്ല, ആപ്പിൾ ഇൻ്റലിജൻസും ഉണ്ട്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, യാതൊരു വിഷയവുമില്ല, സെറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഇൻഡോറിൽ ഞാൻ ഇരുന്ന് ഉപയോഗിക്കുമ്പോൾ യാതൊരു വിഷയമില്ല, സെറ്റപ്പാണ്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു പ്രശ്നമാണ്. പക്ഷേ അതിപ്പോൾ നിങ്ങൾ iPhone 16 എടുക്കാൻ പോയാലും 60 ഹെർട്സ് തന്നെ ഉള്ളൂ എന്നുള്ളതൊരു വിഷയമാണ്. ഡൈനാമിക് ഐലൻഡ് ഇല്ല. നമുക്ക് iPhone 16 ഡൈനാമിക് ഐലൻഡ് ഉണ്ട്, ഇതിലില്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. പകരം ഇത് ഈ രീതിയിലുള്ളൊരു നോച്ചാണ്. അതൊരു വിഷയമാണോ? നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ ഇതിൽ 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഇതൊരു പോരായ്മയാണ്. ഒരു 1000 നിറ്റ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഇപ്പോഴും എനിക്ക് ഔട്ട്ഡോർ പോയിട്ട് കാര്യങ്ങൾ വിസിബിലിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം വൃത്തിയായിട്ട് കാണുന്നുണ്ട്, വർക്ക് ചെയ്യാൻ എനിക്ക് വിഷയമില്ല. ഡിസ്പ്ലേ വിസിബിൾ ആണ്. പക്ഷേ 1200-1000 നിറ്റ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. അപ്പോൾ അത് ഇവിടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. സോ അപ്പോൾ ഈ നോച്ച് ഡിസൈൻ, ബ്രൈറ്റ്നസ് കുറവ്, 60 ഹെർട്സ് ഒക്കെ അവരവരുടെ ഒരു ഫോണിൽ പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. ഇത് എടുക്കണോ വേണ്ടോ എന്നുള്ള നിങ്ങളുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകം. അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്ററി ചാർജിങ് ഈ മേഖലയിലേക്ക് വന്നാൽ 3961 mAh ബാറ്ററി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയാൻ കാരണം അത് കൃത്യമായിട്ട് എത്ര mAh ആണ് അവർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. വേറെ ബാറ്ററി ലൈഫ് ഇഷ്യൂസ് ഒന്നുമില്ല. മാത്രമല്ല 16-ൽ 22 അവറിൻ്റെ ബാറ്ററി ലൈഫാണ് നമുക്ക് കിട്ടുന്നത് വീഡിയോ പ്ലേ ബാക്ക്. ഇതിൽ 26 അവറിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടും. സോ ബെറ്റർ ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിലുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇവരുടെ മോഡം, ആപ്പിൾ സ്വന്തം മോഡമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. C1 എന്ന് പറയുന്ന സ്വന്തം മോഡം. അത് കുറേ അധികം പവർ എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനേക്കാൾ ബെറ്ററായ ബാറ്ററി ലൈഫ് ഈ ഒരു ഫോൺ തരുന്നതെന്നാണ്. സോ ബെറ്ററായ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കിട്ടും. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററിയുടെ മേഖലയിൽ വേറെ അപാകതകളൊന്നുമില്ല, സെറ്റപ്പാണ്. ഇതിലാകെയുള്ളൊരു പ്രശ്നം, അതായത് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഓൾറെഡി, അതായത് മാക്സേഫ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നില്ല. 25 വാട്ടിൻ്റെയൊക്കെ മാക്സേഫ് ചാർജിങ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നില്ല. അവർ കുറേ കാലമായിട്ട് മാക്സേഫ് ചാർജിങ്ങും ആക്സസറികളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലും അത് വരേണ്ടതായിരുന്നു, കാരണം അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ വരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പോരായ്മയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7.5 വാട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ മേഖലയിൽ, ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ മേഖലയിലുള്ള ഒരു പോരായ്മ. ഇനി ഇതിൻ്റെ ക്യാമറ നമുക്ക് അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 16 സീരീസിലെ ക്യാമറ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമ്പിൾസ് കണ്ടു നോക്കിക്കൊണ്ട് തന്നെ തീരുമാനിക്കാം. ഇതിൽ സിംഗിൾ ക്യാമറയാണ്, 48 മെഗാപിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറയാണ് അവർ പറയുന്നത്. ഫ്രണ്ടിൽ 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇതിപ്പോൾ കാലങ്ങളായിട്ട് അതാണല്ലോ. സാമ്പിൾസ് കണ്ടു നോക്കും, വലിയ കുഴപ്പമൊന്നുമില്ല. 16 സീരീസിൽ കിട്ടുന്ന പോലെ തന്നെയുള്ള ഏകദേശം ഇമേജുകൾ തന്നെയാണ് കിട്ടുന്നത്. ചിലരൊക്കെ പറയുന്നത് സ്വല്പം കുറവായിട്ട് തോന്നുന്നുണ്ടെന്ന്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം പിന്നീട്. എനിക്കിപ്പോൾ കമ്പയർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്ത് തരാം, നിങ്ങൾ തന്നെ കണ്ടു നോക്കുക. എനിക്ക് വലിയ അപാകതയൊന്നും തോന്നിയില്ല. സെൽഫി ഇമേജുകളും മെയിൻ ക്യാമറ ഇമേജുകളൊക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സാമ്പിൾസും നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറയിൽ ഞാൻ ഇൻഡോറിലും ഔട്ട്ഡോറിലും പല രീതിയിൽ മാറി മറിഞ്ഞൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കി. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐഫോണിൻ്റെ ആ ഒരു ലെഗസി, നല്ല വീഡിയോസ് കിട്ടുന്നുള്ള ആ ഒരു സംഭവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കി. എനിക്ക് പ്രശ്നം തോന്നിയില്ല. സെൽഫി ക്യാമറയുടെ വീഡിയോയും ഞാൻ എടുത്ത് നോക്കി. 4Kയിൽ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതും സ്മൂത്തായിട്ട് ഐഫോണിൻ്റെ ആ ഒരു ലെവലിലുള്ള വീഡിയോ തന്നെയാണ് കിട്ടുന്നത്. വലിയ അപാകതയൊന്നും തോന്നിയില്ല. സോ വീഡിയോ പർപ്പസിന് നിങ്ങൾക്കിത് നന്നായിരിക്കും, വിഷയമൊന്നും കാണുന്നില്ല. ഫോട്ടോസ് ആയാലും കുഴപ്പമില്ല. ഐഫോണിൻ്റെ രീതിയിലുള്ള എല്ലാ ക്വാളിറ്റിയും നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് കുറേ ദിവസം ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വരും ദിവസങ്ങളിൽ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഷെയർ ചെയ്യാം. എന്നാലും ഇവിടെ എന്തെങ്കിലും പോരായ്മയുണ്ടോ? എല്ലാ ഭാഗത്തും എന്തെങ്കിലും പോരായ്മ ഉണ്ടാവണമല്ലോ, കാരണം വില കുറവല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പോരായ്മ എന്ന് ചോദിച്ചാൽ നല്ലൊരു പോരായ്മ കിടക്കുന്നുണ്ട്. സിനിമാറ്റിക് വീഡിയോ ഇല്ല. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ സിനിമാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ടുള്ള ആ സംഭവം എടുക്കുന്നത്. ഐഫോണുകളിൽ അത് നമുക്ക് നൈസായിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആക്ഷൻ മോഡ് നല്ല സ്റ്റെബിലൈസ്, ഓടിക്കൊണ്ട് വീഡിയോ എടുത്താൽ പോലും സ്റ്റേബിളായിട്ട് കിടന്ന ആക്ഷൻ മോഡ് അതും ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും അത് ഓർത്ത് വെക്കുക. പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ പിടിച്ച് വൈഡ് ആംഗിൾ ഇട്ട് വ്ളോഗ് എടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊരു മിസ്സിംഗ് ആയിരിക്കും. വൈഡ് ആംഗിൾ മിസ്സിംഗ് ആണ്, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് മിസ്സിങ്ങുകൾ ഇതിനകത്തുണ്ട്. ഓഡിയോ മിക്സ് പക്ഷേ കൊടുത്തിട്ടുണ്ട്. അതായത് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ആ എഡിറ്റിങ്ങിൽ പോയിട്ട് ഓഡിയോ മിക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഓഡിയോ മിക്സ് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. എന്തായാലും ഇത്രയധികം മിസ്സിങ്ങുകൾ ഇതിൽ വരുത്തിയിട്ടുണ്ട് ക്യാമറയുടെ ഭാഗത്ത്. ബട്ട് ബേസിക്കലി ഐഫോൺ 16 സീരീസിൻ്റെ ക്യാമറ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻസറിന് ചെറിയൊരു സൈസ് കുറവുണ്ട് ഇതിൽ എന്നുള്ളത് അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ക്വാളിറ്റിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എങ്ങനെ പോയാലും ബേസിക്കലി എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഐഫോൺ ആ സീരീസിൽ 16 സീരീസിലെ ഏറ്റവും പുതിയ സീരീസിലെ ഒരു ഐഫോൺ അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം. അതിൽ
ഏറ്റവും മികച്ച രീതിയിലുള്ള ആ പെർഫോമൻസും ആ ക്യാമറയും ആ ബാറ്ററിയും ഒപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആപ്പിൾ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിന്ന് കിട്ടാവുന്ന ഒരു ഐറ്റമാണ് iPhone 16e എന്നുള്ളതാണ് കേട്ടോ എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകഴിയുമ്പോൾ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക. ഈ റേറ്റിന് ഇത് വേണ്ട, ഇതിനേക്കാൾ ലാഭം എനിക്ക് 10-15 കൂടുതൽ കൊടുത്താൽ 16 എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളവർ തീർച്ചയായിട്ടും 16 തന്നെ എടുക്കുക, ഒരു സംശയവും വേണ്ട. എന്നാൽ ഈ പറഞ്ഞ 10-15 കൂട്ടിയാലും നമുക്ക് 55-60 മാക്സിമം എടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതിൽ എല്ലാ പുതിയ സംവിധാനങ്ങളുള്ള ലേറ്റസ്റ്റ് ആയ iPhone 16e നമുക്ക് ഓപ്ഷനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഇത് കൂടാതെ മറ്റു കാര്യങ്ങളുണ്ട്. അതായത് ബ്ലൂടൂത്ത് 5.3 ആണ് കൊടുത്തിരിക്കുന്നത്, Wi-Fi 6 കൊടുത്തിട്ടുള്ളൂ, 7 കൊടുത്തിട്ടില്ല. അൾട്രാ വൈഡ് ബാൻഡ് ടെക്നോളജി ഇതിൽ കൊടുത്തിട്ടേ ഇല്ല. അതായത് നമ്മുടെ ഈ എയർടാഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പ്രിസൈസായിട്ട് കണ്ടുപിടിക്കുന്ന സംവിധാനം അതില്ല, അത് മിസ്സിംഗ് ആണ്. പിന്നെ NFC ഒക്കെ ഉണ്ട്. സോ അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ കുറച്ചിട്ടുണ്ട്. 80,000 രൂപ 16 നിന്നും ഇത് 60,000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇത് ഇറക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കുറച്ചിട്ടുണ്ട്. കുറയ്ക്കും, എല്ലാ ബ്രാൻഡുകളും അങ്ങനെ തന്നെ കുറയ്ക്കും, ഇവരും കുറച്ചിട്ടുണ്ട്. കുറച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ കുറവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഫോൺ എടുക്കുമോ അത് നിങ്ങളുടെ തീരുമാനമാണ്, അല്ലാണ്ട് എൻ്റെ അല്ല. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ രീതിയിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഈ ഒരു സീരീസിൽ ഈ പറഞ്ഞ എല്ലാ സംവിധാനമുള്ള ഒരു ഫോൺ വേണം. അത് ഈ കുറഞ്ഞ വിലയിൽ തന്നെയാണ്. ഇതിനേക്കാൾ 10 രൂപയിലും കൂട്ടാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പ്രത്യേകിച്ചും ഈ സെക്കൻഡ് ഹാൻഡ് ഫോണൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നല്ല വശങ്ങളും പോരായ്മകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ടേ പോകാവൂ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ 16e നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിച്ചു 2 ദിവസം. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. കേസുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തായാലും അവർ തന്നു വിട്ടതല്ലേ, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടതാ. ഇതാണ് വൈറ്റ് കേസ് കേട്ടോ. നിങ്ങൾ ബ്ലാക്ക് ഫോൺ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ബ്ലാക്ക് ഫോൺ എടുത്തിട്ട് വൈറ്റ് കേസ് വാങ്ങിക്കാം. എന്തിനാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ വൈറ്റ് കേസ് ഇട്ട് വൈറ്റ് ഫോൺ പോലെ കൊണ്ട് നടക്കാം. പിന്നെ ആവശ്യം വരുമ്പോൾ വേണമെങ്കിൽ അത് ദൂരിക്കളഞ്ഞ ബ്ലാക്ക് പോലെ ഉപയോഗിക്കാം. ഇത് കേസ് ഇട്ടപ്പോൾ നമുക്കുള്ള കണ്ടോ ഡുവൽ ക്യാമറ പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് കേസ് വാങ്ങിച്ചിട്ട് ഡുവൽ ക്യാമറ ഫീൽ കിട്ടുന്ന സംവിധാനമാക്കാം. ഒരു കേസും കൂടി തന്നിട്ടുണ്ട് അവർ. ഇതാണ് രണ്ടാമത്തെ കേസ്. ഇത് വന്നിട്ടൊരു ഗ്രീൻ കളറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഇതാണ് കളർ. സോ അപ്പോൾ ഈ 2 തരത്തിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേണ്ടവർ വേണ്ടത് വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് iPhone 16 സീരീസ് 16e കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്പിൾ ഇൻ്റലിജൻസ് 18 എല്ലാം ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.